അപ്പൊ 28 years later എന്ന് മൂവി കണ്ടു. സോ ഈ ഫ്രാഞ്ചൈസിലെ തന്നെ തേർഡ് പാർട്ട് മൂവിയാണ് 28 years later. സോ ഇതിന്റെ ഫസ്റ്റ് മൂവി 28 days later പിന്നെ 28 weeks later ആണ്. അപ്പൊ ഈ ഒരു പടത്തിന് സ്റ്റാൻഡ് അലോൺ സ്വഭാവം ഉണ്ട് എന്ന് കേട്ടതുകൊണ്ടാണ് ഞാൻ ഇത് പോയി നോക്കിയത്. അപ്പൊ ആ പണ്ടത്തെ കഥകളൊന്നും അറിയണമെന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പോയി നോക്കാൻ കരുതി. അപ്പോ ഈ പടം ഡയറക്ട് ചെയ്തിട്ടുള്ള ഡാനിയൽ ബോയിലാണ്. ഈ ഡാനി ബോയിൽ എന്ന് പറയുന്ന ഈ ഡയറക്ടർ ഈ സ്ലം ഡോഗ് മില്ലിയനർ 127 hours പറഞ്ഞ പടങ്ങളൊക്കെ ഡയറക്ട് ചെയ്തിട്ടുള്ള ഡയറക്ടറാണ്. സോ സ്ലം ഡോഗ് മില്ലിയനറൊക്കെ ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ഡയറക്ടർ നമ്മൾ ആ ഒരു പ്രായത്തിലൊന്നും ശ്രദ്ധിക്കലില്ല. സോ ഈ പേര് ഞാൻ ഇപ്പോഴാണ് ഈ പടം ഇറങ്ങിയ സമയത്താണ് കേൾക്കുന്നത്. ഈ 28 days later വളരെ ഫേമസുമാണ്. ഞാൻ അത് അന്നൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോ ഈ പടം ഞാൻ ട്രെയിലർ കണ്ട സമയത്ത് ഒരു സോംബി പടം, ഒരു പോസ്റ്റ് അപ്പോക്കലിപ്റ്റിക് വേൾഡിൽ ഒരു സോംബി പടം ആയിരിക്കും, അങ്ങനെ എന്തിനായിരിക്കും വിചാരിച്ചിരുന്നത്. സോംബി ടൈപ്പ് സംഭവം തന്നെയാണ്, പക്ഷെ ടിപ്പിക്കൽ സോംബി അല്ല. അതാണ് ഇത് വ്യത്യസ്തപ്പെടുത്തിയത്. കാരണം ഇപ്പൊ ഫസ്റ്റ് പാർട്ട് കണ്ടവർക്കൊക്കെ അറിയുണ്ടാവും. ഞാൻ ഈ പടം ഇപ്പൊ കാണുന്നതുകൊണ്ട് തന്നെ സാധാരണ ഉണ്ടാവുന്ന സോംബി പടത്തിൽ നിന്ന് വ്യത്യസ്തപ്പെടുത്തിയിട്ട്, സാധാരണ സോംബി പടത്തിൽ എന്തായാലും ഡെഡ് ആയിട്ടുള്ള മനുഷ്യന് ഇൻഫെക്ഷൻ ബാധിച്ച് അയാള് ഈ ഒരു വൈറസാണ് പിന്നെ ജീവിപ്പിച്ചിട്ട് നടക്കുന്നത്. പക്ഷെ ഇത് അങ്ങനെയല്ല. അലൈവ് ആയിട്ടുള്ള മനുഷ്യന്മാർക്ക് ഇൻഫെക്ഷൻ ബാധിച്ചിട്ട് അവരുടെ സ്വഭാവത്തിൽ മാറ്റം വന്നിട്ട് ഈ ഒരു സോംബി നേച്ചർ കാണിക്കുന്ന പോലെയാണ് കാണിക്കുന്നത്. അതെനിക്കൊരു പുതുമ തോന്നി, സാധാരണ അതിൽ നിന്ന് വ്യത്യസ്തപ്പെട്ടിട്ട്. സോ ഈ പടത്തിനെ ഒരു ഒറ്റ വാക്ക് പറയണമെങ്കിൽ കിടിലൻ ഹൊറർ പടം. ഒരു സോംബി പടത്തിൽ ഇത്രയും ഞാൻ കണ്ടതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സോംബി ഹൊറർ പടം ഇതാണ്. ഞാൻ ഇപ്പൊ നിലവിൽ കണ്ടതില്. സോ ഇതിനേക്കാളും ബെസ്റ്റ് ആയിരിക്കും. കാരണം പലർക്കും ഞാൻ റിവ്യൂസ് കമന്റ്സ് ഒക്കെ കണ്ട സമയത്ത് അവർ പറയുന്നത് ഇതിനേക്കാളും ബെറ്റർ 28 days later ആണ് കുറെ കമന്റ്സ് ഞാൻ വായിച്ചിരുന്നു ചില പോസ്റ്റിന്റെ അടിയിലൊക്കെ. പക്ഷെ ഞാൻ കാണാത്തോണ്ട് ഞാൻ കണ്ടതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു പടമാണ്. ഈ സോംബി ബേസ്ഡ് അങ്ങനെ ഇൻഫെക്ഷൻ ബാധിച്ച് ബേസിട്ടുള്ളതിൽ ഹൊറർ എന്ന ജേണറിനെ വെച്ച് നോക്കുമ്പോൾ ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഒന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇതില് ഈ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ കൊല്ലുന്ന രീതിയില്ലേ, കൊല്ലുന്ന രീതി മീൻസ് അതിന്റെ ഷോർട്സ്, പുതിയൊരു ടൈപ്പ് ഷോർട്സാണ് എടുത്തിട്ടുള്ളത്. ലൈക്ക് പെട്ടെന്ന് ഈ ആരോ വെച്ചിട്ടാണ് ഇതില് ഈ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ കൊല്ലുന്നത്, നമ്മളെ ലീഡിങ് ആക്ടേഴ്സ്. സോ ആ സമയത്ത് ഇത് തുടങ്ങിയ സമയത്ത് ഒരു ക്യാമറയ്ക്ക് ഒരു ജമ്പിങ് ഉണ്ട്, പെട്ടെന്നൊരു ഇങ്ങനെ ഒരു ഷിഫ്റ്റിംഗ് വരുന്നത്. അത് ഭയങ്കര രസമുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. ആ സമയത്ത് ഉണ്ടാവുന്ന ഒരു ബ്ലഡ് സ്പ്ലാഷിങ്ങും കാര്യമൊക്കെ കിട്ടിലായിട്ട് ഷോട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. സോ ഈ പടം ഞാൻ കേട്ടത് ഫുള്ള് iPhone 15 എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മളെ ഈ ഐഫോണിന്റെ ഇവന്റ്സ് ഇല്ല, ലാസ്റ്റ് ഉണ്ടായ ഇവന്റ്സ് ഐഫോണിൽ ഫുൾ ഷൂട്ട് ചെയ്ത് പറഞ്ഞില്ലേ, അതിന്റെ എക്യുപ്മെന്റ്സ് ഒക്കെ കുറെ അപ്ഗ്രേഡ് ചെയ്ത് വെച്ചിട്ട് അതുപോലെ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു പടമാണ് എന്നാണ് ഞാൻ കേട്ടത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ കേട്ടത് ഞാൻ ഉറപ്പാണ്, അങ്ങനെ കണ്ടു. അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സീൻസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അങ്ങനത്തെ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അത് കിട്ടിലായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഐസൊലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ക്വാറന്റൈനിൽ നിൽക്കുന്ന ഒരു ഐലൻഡ്, അവിടെ ആൾക്കാരെ ക്വാറന്റൈനിലാണ്. കാരണം ഈ മെയിൻ ലാൻഡ് എന്നുള്ളൊരു ഭാഗമുണ്ട്, ഈ ചെറിയ ഐലൻഡ് ഉണ്ട്. ഈ മെയിൻ ലാൻഡ് പോയവർക്കൊക്കെ ഈ ക്വാറന്റൈൻ ആയിട്ട് ഈ ഐലൻഡിൽ താമസിക്കണം. അവർക്ക് പിന്നെ റിയൽ വേൾഡ് അല്ലെങ്കിൽ മെയിൻ ഈ സിറ്റി കാര്യങ്ങളുള്ള വേൾഡിലേക്ക് എൻട്രി ഉണ്ടാവില്ല. പിന്നെ ഈ ക്വാറന്റൈനിൽ താമസിക്കാനാണ് അവരുടെ കാര്യം. അപ്പൊ ആരായാലും ഇനി അവിടെ വന്നൊരു ബിൽഡിൽ ഇറങ്ങിയാൽ പോലും അവർക്ക് ക്വാറന്റൈനിൽ ഈ ഐലൻഡ് താമസിക്കണം. സോ ഈ ഐലൻഡും മെയിൻ ലാൻഡ് കണക്ട് ചെയ്യുന്ന ഒരു ചെറിയൊരു പാത ഉണ്ട്, ഒരു ചെറിയൊരു പാത്ത്, ഒരു ഫുൾ ലെങ്ത് പാത്ത്. അതിന് മോർണിംഗ് ആകുമ്പോൾ ടൈഡ് കൂടിയാണ്ട് ഫുൾ വെള്ളം മറയിലും, പിന്നെ രാത്രി ഒരു വൈകുന്നേരം ഒക്കെ ആവുന്ന സമയത്ത് ടൈഡ് ഇറങ്ങിയിട്ട് അവിടെ ഒരു പാത്ത് ഫോം ആവുകയും അതിൽക്കൂടെ നടന്നു പോകാനും ഇവർക്ക് പറ്റും ഈ ആൾക്കാർക്ക്. സോ അവിടെ നമ്മളെ നായകൻ ഇതില് മെയിൻ ലീഡ് റോൾ ചെയ്തിട്ടുള്ളത് ആരൻ ടൈലർ ജോൺസണും അതുപോലെ പിന്നെ ഒരു കുട്ടിയാണ്, ഈ ആരൻ ടൈലർ ജോൺസന്റെ മകൻ. ഈ ആരൻ ടൈലർ ജോൺസണേക്കാളും സ്ക്രീൻ ടൈം ഈ കുട്ടിക്കാണുള്ളത്. കുട്ടിയാണ് കൂടുതൽ ഇതിലുള്ളത്. മകൻ സ്പൈക്ക് എന്നാണ് ക്യാരക്ടറിന്റെ പേര്. സോ എനിക്ക് ആക്ടറുടെ പേരറിയില്ല. ആരൻ ടൈലർ ജോൺസൺ നിങ്ങൾക്ക് അറിയണ്ടാവും, മറ്റേ ബുള്ളറ്റ് ട്രെയിനിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ടാൻജറിൻ എന്നുള്ള ക്യാരക്ടറാണ് അതിൽ ചെയ്തത്. സോ പുള്ളിക്കാരൻ ഇതില് ഒരു ജിമ്മി എന്നൊരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. സോ ജിമ്മി ഇല്ല, ജിമ്മി ആരും മനസ്സിലായി, അതിൽ വേറൊരു ക്യാരക്ടർ കൂടി ഉണ്ട്. സോ ജെയ്മി. അപ്പോ ഇവര് ഈ പറഞ്ഞ പോലെ ഈ ക്വാറന്റൈൻഡ് ആയിട്ടുള്ള നാട്ടിലാണ് താമസിക്കുന്നത്. സോ പുള്ളിക്കാരന്റെ വൈഫിന് ഒരു മാനസിക വിഭ്രാന്തി അങ്ങനത്തെ ഉള്ള പോലെ നമ്മൾ ഫസ്റ്റ് കാണിക്കുന്നത്. പിന്നെ എന്താണെന്നുള്ളത് നിങ്ങൾ കാണാം. അപ്പൊ അങ്ങനെ വൈഫ് അങ്ങനെ പ്രശ്നമൊക്കെ ആയിട്ട് അവരെ നോക്കുന്നതും മക്കളെ നോക്കുന്നതും, പിന്നെ ഇവര് ഈ അമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നതൊക്കെയാണ് കാണിക്കുന്നത്. അവിടെ നാട്ടുകാരൊക്കെ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. സോ അത് മൊത്തം സർവൈലൻസ് ഉള്ളൊരു നാടുമാണ്. ചുറ്റും വെയിലേക്ക് കെട്ടിയിട്ട് അവിടെ ആൾക്കാർ കാവൽ നിന്നിട്ട് ഒരു ഫ്രണ്ട് ഗേറ്റ് ഒക്കെ ഫുൾ ക്ലോസ്ഡ് ആണ്. അവിടെ നിന്ന് ഒരാൾക്ക് എൻട്രി ഉണ്ടാവണമെങ്കിൽ കുറെ ചെക്കിംഗ് ഒക്കെ ഉണ്ടാവും. അവരുടേതായിട്ടുള്ള ചെക്കിംഗ് അല്ല, ടെക്നോളജി ബേസ്ഡ് അല്ല. സോ എന്നിട്ട് പിന്നെ കാണിക്കുന്ന ഇവന് ഈ ഒരു കുട്ടിയുടെ പാസ്റ്റ് ആദ്യം കാണിക്കുന്നുണ്ട്. ആരൻ ടൈലർ ജോൺസന്റെ ഒരു പാസ്റ്റ് കാണിക്കുന്നുണ്ട്, എങ്ങനെ ഈ ഒരു ഇൻഫെക്ഷൻ തുടങ്ങിയ സമയത്ത്. പിന്നെ 28 years later കഴിഞ്ഞിട്ടുള്ള സ്റ്റോറിയാണ് കാണിക്കുന്നത്. അപ്പൊ ഇതിൽ ഈ കുട്ടി ഈ ആരൻ ടൈലർ ജോൺസൺ കൂടിയിട്ട് ഈ കുട്ടിക്ക് 12 വയസ്സുണ്ടായി. അങ്ങനെ അപ്പൊ അതിന് ശേഷം ആണെങ്കിൽ ആ മെയിൻലാൻഡ് വരെ ഒന്ന് പോയി വരാൻ പറ്റും. അപ്പൊ അതിനാണ് ഈ അമ്പൊക്കെ കയ്യിൽ വെക്കുന്നത്. സോ അമ്പ് കയ്യിലൊക്കെ പിടിച്ച് ഈ കുട്ടീനെ കൊണ്ട് ഇവൻ അവിടേക്ക് പോവാണ്. അപ്പൊ ഈ മാനസികമായിട്ട്
ഇൽനെസ് ഉള്ള ഈ ഒരു വൈഫിന് അത് താല്പര്യം ഉണ്ടാവില്ല. മീൻസ് പുള്ളിക്കാർക്ക് പലതും ഓർമ്മ ഉണ്ടാവില്ല. പക്ഷേ ഈ കാര്യം പറയും, മകനെ കൊണ്ട് പോകാന്ന് പറയുമ്പോൾ എന്റെ കുട്ടിനെ കൊല്ലാൻ പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നമൊക്കെ ഉണ്ടാക്കി പോലെ ഇവർ പോകും. ഇവരവിടെ പോയതിന് ശേഷം പിന്നെ അവിടെ വെച്ചിട്ട് ആദ്യത്തെ ഈ കുട്ടിനെ ഫസ്റ്റ് ഈ സോംബി പോലത്തെ സോംബി അല്ല, ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ കൊല്ലണതും ഫസ്റ്റ് കില്ല് ഉണ്ടാവുന്നതും പിന്നെ അവിടുന്ന് ഓടി രക്ഷപ്പെടുന്നതൊക്കെയാണ് കാണിക്കുന്നത്. എനിക്ക് ഇതിൽ ഇഷ്ടപ്പെട്ട കാര്യം ഇതിൽ ആൽഫ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ലൈക്ക് ഈ മറ്റേ വാസ്റ്റ് ഓഫ് അസിലൊക്കെ ഗ്രേഡിംഗ് ഉണ്ടായിരുന്നു അതിലെ സോംബീസിന് ഒരു 3 ഗ്രേഡ്സ് ഉണ്ടല്ലോ. ഏറ്റവും ഇൻഫെക്റ്റഡ് ആയിട്ടുള്ളത് ആ ഒരു പ്രത്യേക ഷേപ്പും അങ്ങനെ ഏറ്റവും കുറഞ്ഞ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള വേറെ ഷേപ്പൊക്കെ ആയിട്ട്. അതുപോലെ ഇതിൽ ആൽഫ എന്ന് പറഞ്ഞൊരു സംഭവമാണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കൺസെപ്റ്റ്. ലൈക്ക് ഏറ്റവും പ്രൈം ആയിട്ടുള്ള ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആളായിക്കാരം. ആൾക്ക് കുറച്ചും കൂടി സ്ട്രെങ്ത് കൂടുതലായിക്കാരം, കുറച്ചും കൂടി സെൻസ് ഉണ്ടാവും. മറ്റവരെ പോലെ ഇങ്ങനെ പറിച്ചിങ് നടക്കുന്നല്ല, ശരിക്കും ഒരു ഹ്യൂമൻ നടക്കുന്ന പോലെ തന്നെ പ്രോപ്പറായി നടക്കാൻ പറ്റും ചെയ്യും. നല്ല ഇൻഫിനിറ്റ് സ്ട്രെങ്ത്തുമാണ്, ഇന്റലിജൻസും കൂടുതലാണ്. സോ ആ സംഭവം ഉണ്ട്. അങ്ങനെ കുറെ സാധനങ്ങൾ കാണിച്ചിട്ടാണ് ഇൻഫെക്ട് ആയിട്ടുള്ള ആൾക്കാർ കാണിക്കുന്നത്. സാധാരണ സോമ്പിനേക്കാൾ വ്യത്യസ്തപ്പെട്ട ഒരു രൂപമാണ് ഇത്. ഒരു നോർമലായിട്ട് മുമ്പിൽ മറ്റാകെ വികൃതമായി പോകുന്നതിന് പകരം ഒരു ബോഡിക്ക് മെലിച്ചിൽ വരിക, അല്ലെങ്കിൽ ബ്ലഡ് അവിടെയൊക്കെ ബ്ലീഡ് ചെയ്യുക, അങ്ങനെയൊക്കെയാണ് വരെ ബോഡി ഇരിക്കുന്നത്. ഫുൾ നേക്കർ ആയിട്ടാണ് കൂടുതലും. ഇപ്പൊ ഇന്ത്യയിലായതുകൊണ്ട് പല ഭാഗങ്ങളും സെൻസർ ചെയ്തിട്ടുണ്ടാവാതൊക്കെ. സോ പിന്നെ അവിടെ ഉണ്ടാവുന്ന ആ ഒരു നാട്ടിപ്പം പിന്നെ തിരിച്ചു വരലും അവിടെ എന്താ ഇൻഫെക്റ്റഡ് ആവാതെ താമസിക്കുന്ന ഒരാളുണ്ട്, ഒരു ഡോക്ടർ കെൽസൺ. അപ്പോ റാഫ് ഫിൻസ് ആണ് ആ റോൾ ചെയ്തിട്ടുള്ളത്. അപ്പൊ കോൺക്ലേവിലൊക്കെ ഉള്ള നായകൻ. കോൺക്ലേവ് പുള്ളിക്കാരനാണ് റോൾ ചെയ്തിട്ടുള്ളത്. അത് ഫേമസ് ആക്ടർ ആയതുകൊണ്ട് തന്നെ ആ റോള് നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ആക്ടിംഗ് ബേസിൽ എനിക്ക് പുള്ളിക്കാരന്റെയും പിന്നെ ഈ കുട്ടിയുടെ ആക്ടിംഗ് ആണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. സോ ഇതാണ് ഇതിന്റെ കഥ. ഇതൊരു നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് തരുന്ന ഒരു സിനിമയാണ്. നിങ്ങൾ തിയേറ്റർ ഉണ്ടെങ്കിൽ പോയി കണ്ടു നോക്കുക. കിട്ടില്ല ഹൊറർ എക്സ്പീരിയൻസും ആണ്, കിട്ടില്ല മേക്കിംഗും ആണ്. ഇങ്ങനെ സൗണ്ട് എഫക്ട്സ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ ആയിരുന്നു. ഒരു പോയിന്റിലും ലാഗ് അടിപ്പിക്കാതെ ആ സൗണ്ട് എഫക്ട്സ് നല്ലോണം ആ ഒരു സിനിമയുടെ സീൻസിന് ഒരു പുഷ് കൊടുത്തിട്ടുണ്ട്. കിട്ടില്ലായിരുന്നു. സിനിമാറ്റോഗ്രാഫി ഞാൻ പറഞ്ഞു ഒന്നും പറയാനില്ല. ഷോർട്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. പ്ലസ് സൗണ്ട് എഫക്ട്സ് സൂപ്പർ സാധനം. പിന്നെ ഇതിനൊരു ബോൺ ടെമ്പിൾ എന്ന കൺസെപ്റ്റ് ഇത് കൊണ്ടുവരുന്നുണ്ട്. അത് ശരിക്കും ഇനി ഇതിനൊരു സീക്വൽ വരുന്നുണ്ട്. ഈ 2026 തന്നെ ജനുവരി ഒക്കെ ആവുന്ന സമയത്ത് വരുന്നുണ്ട്. 28 years later ദ ബോൺ ടെമ്പിൾ എന്ന് പറഞ്ഞിട്ട്. സോ ആ ഒരു മൂവിയിലോട്ടുള്ള ഒരു ക്ലിഫ് ഹാങ്ങർ ഒക്കെ വെച്ചിട്ടാണ് ഈ മൂവി നിർത്തിയിട്ടുള്ളത്. സോ നിങ്ങൾ ടൈം കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടു നോക്കുക. നല്ല അടിപൊളി പടമാണ്. ഇപ്പൊ ഇവിടെ തന്നെ ആള് കുറവായിരുന്നു. ഞാൻ പോയ സമയത്ത് തന്നെ 4 പേരാണ്. ഫസ്റ്റ് ഡേ ആണ് 4 പേരുണ്ടായിരുന്നുള്ളൂ. പക്ഷെ പോയി നോക്കുക, കിടിലൻ എക്സ്പീരിയൻസ് ആണ്. കണ്ട് നിങ്ങളെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഈ കണ്ടവരുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ അഭിപ്രായം അറിയിക്കുക. സോ മറ്റൊരു വീഡിയോ കാണാം. ബൈ.